ഹായ് ഹലോ. സോ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ യൂഷ്വലി നമ്മുടെ എലൈ ക്ലബ് മെമ്പേഴ്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നതാണ് എല്ലാ വീക്കും മാർക്കറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ യൂട്യൂബിലേക്കും കൂടി വീഡിയോ ചെയ്യാണ്. കാരണം ഈ പറയുന്ന പോലെ അൺസർട്ടൺ സിറ്റുവേഷൻ ആണ് നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദ വാർ കാര്യങ്ങൾ. മാർക്കറ്റും അത്ര ഫേവറബിൾ അല്ല. ഈ പറയുന്ന എസ്പെഷ്യലി ലാസ്റ്റ് വീക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ക്ലബ് വൺ പെർസെന്റേജിലാണെങ്കിലും ഈവൻ എലൈറ്റിലാണെങ്കിൽ പോലും നമ്മുടെ മെമ്പേഴ്സ് ആരും ട്രേഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. റീസൺ മാർക്കറ്റ് ഒന്ന് ഫണ്ടമെന്റലി ഫേവറബിൾ അല്ല, ടെക്നിക്കലി ആണെങ്കിലും നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലായിരുന്നു മാർക്കറ്റ് പോകുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വെറുതെ ഈഗോ അടിച്ചു കൊടുക്കുക, എനിക്ക് ട്രേഡ് എടുക്കണം 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 എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഈഗോനെ മാർക്കറ്റ് പണിഷ് ചെയ്യും. അത് നമ്മുടെ ക്യാപിറ്റൽ ലോസിന്റെ രൂപത്തിലായിരിക്കും. ആ ക്യാപിറ്റൽ ലോസ് വരുമ്പോഴത്തേന് പിന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യും. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും പിന്നെ മാർക്കറ്റിന്റെ ഫ്രണ്ട് ഇരിക്കേണ്ട ആവശ്യം. കാരണം മൺഡേ ആയപ്പോൾ തന്നെ മനസ്സിലായി ഈ പറയുന്ന മാർക്കറ്റ് ഇനി അത്ര ഫേവറബിൾ ആയിരിക്കത്തില്ല. സോ ഒബ്വിയസ്ലി ട്യൂസ്ഡേ തൊട്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിരുന്നു. ആ സമയത്താണ് നമ്മൾ മറ്റു നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, നമ്മുടെ എലൈറ്റ് ക്ലബ് മെമ്പേഴ്സ് ആണെങ്കിലും ഐ ഹോപ്പ് നിങ്ങളും ആ രീതിയിൽ തന്നെ ആയിരുന്നു എന്നുള്ളത്. സോ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ബ്രേക്ക് ഡൗണിലോട്ട് പോവാണ്. സ്റ്റിൽ വാറിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡിഫെൻസീവ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു വീക്ക് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു മന്ത് അങ്ങനെ തന്നെ ആയിരിക്കും പോകാൻ സാധ്യതയുള്ളത്. എങ്കിലും നമുക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത ഞാൻ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് ഇനി മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ഞാൻ ചെയ്തത് എന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്റെ നറേറ്റീവ് ആണ്. നിങ്ങൾ ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് പോലെ നിങ്ങൾ ഇതിൽ നിന്നുള്ള കോണ്ടന്റ് എടുക്കുക, ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ മാർക്കപ്സ് എല്ലാ ദിവസവും നമ്മൾ എലൈറ്റ് ക്ലബ് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും നമ്മുടെ മെമ്പേഴ്സിന്റെ മാർക്കപ്സ്, കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സ് ഡിഫറെന്റ് ആവണം. റൈറ്റ്? കാരണം ഒരാൾ അനലൈസ് ചെയ്യുമ്പോൾ അയാളുടെ കോൺസെപ്റ്റ്സ്, നറേറ്റീവ്, അയാളുടെ പ്രോബബിലിറ്റീസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. സോ നിങ്ങളും ആ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് പോയിട്ട് നമുക്ക് മാർക്കറ്റിനെ ഇനി ബ്രേക്ക് ചെയ്ത് തുടങ്ങാം. സോ ആസ് ഓൾവേസ് നമുക്ക് യൂറോ യു എസ് ഡി തന്നെ തുടങ്ങാം. യൂറോ യു എസ് ഡി മന്ത്ലി വീക്ക്ലി ഞാൻ കൂടുതൽ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം മന്ത്ലിയിലും വീക്കിലും ഒക്കെ നമുക്ക് ബോത്ത് നറേറ്റീവ്സ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ബിക്കോസ് ഓഫ് ദിസ് അൺസർട്ടനിറ്റി. സോ ഞാൻ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത 3 പെയർസ് ആണ്. ഒന്ന് ഞാൻ യൂറോ യു എസ് ഡി, 2 ഗോൾഡ്, മൂന്നാമത് ജി ബി പി ജെ പി വൈ. എന്റെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്കറിയാം ജി ബി പി ജെ പി വൈ ഞാൻ ട്രേഡ് ചെയ്യുന്ന പെയർസ് ആണ്. ബട്ട് നോട്ട് മോസ്റ്റ് ആക്റ്റീവ്ലി, ബട്ട് സ്റ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരു പെയർ തന്നെയാണ്. മോസ്റ്റ്ലി സ്വിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യൂറോ യു എസ് ഡി അത്ര എനിക്ക് ഫേവറബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു എക്സ്ട്രാ പെയറും കൂടെ ഈ ഒരു വീക്കിലേക്ക് ആഡ് ഓൺ ചെയ്തത്. സോ യൂറോ യു എസ് ഡി നോക്കുവാണെങ്കിൽ ഓവറോൾ മന്ത്ലി വളരെ ബെയറിഷ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് 1 ഇയർ നോക്കുവാണെങ്കിൽ നല്ല അഗ്രസീവ് ആയിട്ട് തന്നെ യൂറോ യു എസ് ഡി ബുള്ളിഷിലോട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് കറന്റ് മാർക്കറ്റ് ഈ കാണുന്ന പോലെ മുകളിലത്തെ എക്സ്ട്രീം ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഈ ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് താഴോട്ടാണ് മാർക്കറ്റ് ഫാൾ ആവുന്നത്. താഴെ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാം, അതല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാം. ബോത്ത് നറേറ്റീവ്സ് ഉണ്ട്. സോ ഞാൻ മന്ത്ലിയിലൊന്നും കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. വീക്ക്ലി നോക്കുമ്പോഴാണെങ്കിൽ പോലും വീക്ക്ലി കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് സ്ട്രക്ചർ ബുള്ളിഷൻ ആണ്, ഓവറോൾ മാർക്കറ്റ് വീക്ക്ലിയിൽ ബുള്ളിഷൻ ആണ്. പക്ഷെ നമുക്കിപ്പോ കറന്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇതായി കാണുന്ന ലോയിനെ മാർക്കറ്റ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ടാണ്. പക്ഷെ ഈ ഒരു വീക്ക് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, താഴോട്ട് പോയി മുകളിലോട്ട് എന്നുള്ളൊരു സിഗ്നൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് 100% എടുക്കാൻ എന്തായാലും പറ്റത്തില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് ഇതായി കാണുന്ന ഒരു എക്സ്ട്രീം പി ഒ ഐ ലെവലിലാണ് നിൽക്കുന്നത്. അതായത് മാർക്കറ്റ് ഈ ഒരു പ്രൈസ് ലെഗിലെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഓഫ് ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടൻഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ലിക്വിഡിറ്റീസ് അവിടെ ഉണ്ട്. ഒന്ന് ഈ ഒരു എക്സ്ട്രീം പി ഒ ഐ, അതുപോലെ തന്നെ ഈ ഒരു സെൽ സൈഡിനെ മാർക്കറ്റ് ഇവിടെ സ്വീപ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി വേണ്ടത് എന്താ? അഗ്രഷൻ ആണ്. മാർക്കറ്റ് മുകളിലോട്ടുള്ളൊരു അഗ്രഷൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് എന്നുള്ളൊരു നറേറ്റീവിൽ നമുക്ക് നമ്മുടെ ഡെയിലി ബയർ സെറ്റ് ചെയ്യാം. പക്ഷെ മാർക്കറ്റ് ഇതിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആ പറഞ്ഞ മന്ത്ലിയിൽ ഒരു ലോ ഉണ്ടല്ലോ, സോ ആ ലോ ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ വീക്ക്ലി നോക്കുന്ന സമയത്തും 2 നറേറ്റീവ്സും ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ വീക്ക്ലിയിലും ഈ പറയുന്ന പോലെ ബോത്ത് നറേറ്റീവ്സ് ഉണ്ട്. ഇത്രയും മതി. നമുക്ക് വീക്ക്ലിയിൽ എനിക്കൊരു പ്രോപ്പർ ബയാസ് കിട്ടണം, എനിക്ക് ബൈ കിട്ടണം അല്ലെങ്കിൽ സെല്ല് കിട്ടണം എന്ന് നിർബന്ധം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എനിക്ക് 50-50 പ്രോബിലിറ്റി ആണ് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ 2 നറേറ്റീവ്സും ഉണ്ട് എന്നുള്ള രീതി നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലിയിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അതായത് ഓവറോൾ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഹയർ ഹൈ, ഹയർ ലോ ആൻഡ് ഹയർ ഹൈ. സോ ഓവറോൾ മാർക്കറ്റ് ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ ഈ ഒരു പുഷ് ഒക്കെ കിട്ടിയ സമയത്ത്, എസ്പെഷ്യലി ഈ ഒരു
ഓർഡർ ബ്ലോക്ക് ഒക്കെ എടുത്ത സമയത്ത് ഈ ഒരു ഹൈ ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കുമെന്നാണ് വിശ്വസിച്ചത്. മാർക്കറ്റ് ആ ഒരു ഇന്റൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വാറും കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി കഴിഞ്ഞ ഒരു വീക്കൊക്കെ എന്ന് പറയുന്നത് അഗ്രസീവ് ആയിട്ട് സെൽ ഓഫ് നടന്നിട്ടുള്ള ഒരു വീക്കായിരുന്നു. അതിന് പല കാര്യങ്ങളുണ്ട്. മോസ്റ്റ്ലി DXY സ്ട്രെങ്തൻ ആയി, ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ കൂട്ടിയത് കൊണ്ട് തന്നെ DXY സ്ട്രെങ്തൻ ആയി. സോ അതുകൊണ്ട് തന്നെ യൂറോ USD താഴോട്ടാണ്. പക്ഷെ സ്റ്റിൽ ഇപ്പൊ നിങ്ങൾ ഓർഡർ ഫ്ലോ നോക്കുന്ന സമയത്ത് ഹയർ ലോ, ഹയർ ഹൈ, ഒരു ലോവർ ലോ ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഇവിടെ വേണം, അതായത് ഹൗ ഡു വി ബ്രേക്ക് ദിസ് ലോ? അതായത് ഈ ഒരു ഹയർ ലോയിനെ മാർക്കറ്റ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്? സോ അവിടാണ് എനിക്കിപ്പോ ഒരു മാർക്കറ്റ് ഓർഡർ ഫ്ലോ ബെയറിഷിലുണ്ട്. ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്റ്റേണൽ ഷിഫ്റ്റ് എന്ന് ഞാൻ സോ ഫാർ വിളിക്കാത്തത്. കാരണം അൺഇന്റൻഷനലി അല്ലെങ്കിൽ ഈ പറയുന്ന ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ടാണ് സോ ഫാർ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു കഴിഞ്ഞ വീക്ക് നോക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് ആ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തെങ്കിലും ഹൗ ഡു വി ബ്രേക്ക് വിത്ത് ലോട്ട് ഓഫ് ലൈക്ക് ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു FUക്ക് നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു 50% മാർക്കറ്റ് എന്താ പറയാ ഓൾമോസ്റ്റ് റെസ്പെക്ട് ചെയ്ത് ആ ഒരു OT ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. പക്ഷെ സ്റ്റിൽ മാർക്കറ്റ് ഇതാ ഈ കാണുന്ന ഒരു പ്രീവിയസ് വീക്ക്ലി ലോയിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാ ഈ കാണുന്ന പ്രീവിയസ് വീക്ക്ലി ലോയിനെ മാർക്കറ്റ് ഇപ്പൊ സോഫർ അതിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, സോ നമ്മുടെ ഡെയിലി ബയാസിന്റെ പ്രോബബിലിറ്റി, ഇവിടെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഗെയിം എന്ന് പറയുന്നത്. അതായത് പ്രോബബിലിറ്റി എത്രത്തോളം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ് നമുക്ക് ചെയ്യേണ്ടത്. സോ പ്രോബബിലിറ്റി എനിക്കിപ്പോ ബുള്ളിഷ് ആണ്, സ്ട്രക്ചർ ബുള്ളിഷ് ആണ്, ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എടുത്തു. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്റന്റ് എന്ന് പറയുന്ന സാധനം, മൊമെന്റം എന്ന് പറയുന്ന കാര്യം നമുക്ക് വേണം. സോ സ്റ്റിൽ മൊമെന്റം വരണം. അതായത് വരുന്ന ദിവസങ്ങളിൽ മുകളിലോട്ടുള്ളൊരു മൊമെന്റം കാണണം. അറ്റ്ലീസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കാണുന്ന ലെവൽസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ലെവൽസ്, ഇവിടൊക്കെ നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റീസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്യാം. ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണെങ്കിൽ ഇതൊക്കെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏരിയ ആണ്. പല പല ലിക്വിഡിറ്റീസ് ഉണ്ട്. സോ അതൊക്കെ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് എടുക്കണം. സോ നമുക്ക് ഇവിടുന്ന് ഒരു മുകളിലോട്ടുള്ളൊരു ഇന്റൻഷൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ലോങ് പൊസിഷൻസ് നോക്കാം. പക്ഷെ മൺഡേ ഇന്നത്തെ ദിവസം ഒരിക്കലും ബൈ എൻട്രിയോ കാര്യങ്ങളോ ഒന്നും യൂറോ USD എടുക്കത്തില്ല 100%. കാരണം ഇന്റൻഷൻ ഇല്ല. ഓക്കെ, നമുക്ക് ഇത്രയും ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്നുള്ള ഇന്റൻഷൻ നമുക്ക് ഡെയിലിയിൽ കാണാൻ പറ്റുന്നില്ല. സോ H1 വരുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ആഫ്റ്റർ താഴെ വന്ന് SMT ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് ഇതായി കഴിഞ്ഞ വീക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ അഗ്രസീവ് സെൽ ഓഫ് ആണ് നടന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും നോക്കുന്ന സമയത്ത് പ്രീവിയസ് വീക്ക്ലി ലോ മാർക്കറ്റ് ഇവിടെ ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷെ സ്റ്റിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ലോ സ്വീപ്പ് ചെയ്തു. അഗ്രസീവ് ആയിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? റിക്കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ലോ മാർക്കറ്റ് എടുത്തു. ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ക്വിക്കായിട്ട് പ്രൈസ് റിക്കവറി എന്ന് പറയുന്ന സാധനം, അതായത് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പിന്നെ മാർക്കറ്റിന്റെ പർപ്പസ് എന്താ? മുകളിലോട്ട് പോകാന്നുള്ളതാണ്. സോ അത് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എന്താ പറയാ, മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ഗ്യാപ്പ് ഡൗൺ ഫില്ല് ചെയ്തു പകുതി. പക്ഷെ സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാ ഈ കാണുന്ന ഓരോ ഹൈസും, അതായത് മാർക്കറ്റ് ആ ഒരു ബെയറിഷ് വീക്ക് ആണ്, ഫണ്ടമെന്റലി ബെയറിഷ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒരുപാട് ബൾക്കായിട്ടുള്ള സെൽ എൻട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ്, നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ഒരുപാട് സെൽ എൻട്രീസ് ഈ ഓരോ ഫാളിലും എടുത്തിട്ടുണ്ടാകും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സ്റ്റാക്കിംഗ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അതായത് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പോലെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ഹൈസും ഒരുപാട് റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്. സോ മാർക്കറ്റ് ഇത് എന്തായാലും എടുക്കും, ടേക്ക് ഔട്ട് ചെയ്യും. പക്ഷെ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ചോദ്യം ഹൗ ഡു വി ടേക്ക് ഔട്ട്? ഈ കാണുന്ന ഓരോ ഹൈസിനെയും മാർക്കറ്റ് ഇന്റൻഷനലി ആണ് ടേക്ക് ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉറപ്പായിട്ടും അഗ്രസീവ് ആയിട്ട് ലോങ് പൊസിഷൻ നോക്കാം. എന്നാൽ നേരെ മറിച്ച് മാർക്കറ്റ് ഈ ഒരു കാണുന്ന ഹൈസിനെ ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ മാർക്കറ്റ് വീണ്ടും സെൽ ഓഫ് തന്നെ ആയിരിക്കും. നമുക്ക് സെൽ പൊസിഷൻ നോക്കാം. പക്ഷെ അതുവരെ ഞാൻ ഇതിനകത്തൊരു ഡിഫെൻസീവ് മൂഡ് ആയിരിക്കും. ഞാൻ യൂറോ USDയിൽ അധികം ട്രേഡുകൾ ഈ പറയുന്ന പോലെ ബിഫോർ ഒരു ക്ലാരിറ്റി, അതായത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഈ കാണുന്ന ഓൾഡ് ഹൈ എങ്കിലും എടുക്കണം. അത് എടുക്കുന്നത് എങ്ങനെയാണ്? അഗ്രസീവ്ലി ആണ്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ വീണ്ടും ലോങ്സ് നോക്കും. അതല്ല മാർക്കറ്റ് ഇതാ ഇപ്പൊ ഈ കാണുന്ന ലെവലിൽ നിന്ന് ഇവിടം വരെ എത്തി, ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ടാണ് താഴോട്ട് പോകുന്നതെങ്കിൽ അവിടെയും എന്ത് നോക്കും? സെൽസ് നോക്കും. നേരെ മറിച്ചതാ ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് ഇതാ ഈ വീണ്ടും താഴോട്ട് അഗ്രസീവായിട്ട് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഫിൽ ചെയ്ത് താഴോട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്ന് റീപ്രൈസ് ചെയ്യുന്നതിന് വീണ്ടും സെൽ എൻട്രി നോക്കും. സോ മൾട്ടിപ്പിൾ നറേറ്റീവ്സ് നമ്മുടെ കയ്യിൽ വേണം. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റ് ക്ലിയർ അല്ല, ക്ലീൻ അല്ല.
ഒരു A++ മോഡൽ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ നമുക്ക് മാർക്കറ്റ് എന്താണ് ഒരു ക്ലാരിറ്റി തരുന്നില്ല. സോ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്റെ കയ്യിൽ 3 നറേറ്റീവ്സ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ. സോ ഈ 3 നറേറ്റീവ്സിൽ ഏതാണോ മാർക്കറ്റ് പ്രൈസ് ഡെവലപ്പ് ആവുന്നതനുസരിച്ച് മാർക്കറ്റ് ഫോം ആവുന്നത്, അതനുസരിച്ചായിരിക്കും ഞാൻ എന്റെ ഈ ഒരു വീക്ക് USD പ്ലാൻ ചെയ്യുന്നത്. സോഫാർ നത്തിങ് ട്രേഡുകൾ എന്തായാലും USD സോഫാർ ഈ അറ്റ് ദ മൊമെന്റ് ഉണ്ടാവത്തില്ല, കാരണം അത് ഗാംബ്ലിംഗ് ആയിപ്പോ. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. സോ ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ പേര് ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞു പോകാൻ GBP/JPY ആണ്. അധികം ടൈം എടുക്കുന്നില്ല. സോ GBP/JPY ഇസ് മോർ ലൈക്ക് ഒരു ബുള്ളിഷ് പെയർ ആണ്. നമ്മൾ ഗോൾഡ് ഒക്കെ പറയുന്ന പോലെ തന്നെ മന്ത്ലി നോക്കുവാണെങ്കിലും വീക്ക്ലി നോക്കുവാണെങ്കിലും ഒക്കെ ഒരു ഗോൾഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പെയർ ആണ്. അഗ്രസീവ് ബുള്ളിഷ് പെയർ ആണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് ബുള്ളിഷ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ഹയർ ടൈം ഫ്രെയിം എന്താ പറയാ പെയർ ആണ്. ഒരുപാട് പുൾ ബാക്ക് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഒരിക്കലും ഡീപ്പർ പുൾ ബാക്ക് തരുന്ന ഒരു പെയർ അല്ല. പക്ഷെ നമുക്ക് റീസെന്റ് ആ ഒരു ചെറിയൊരു ഡീപ്പർ പുൾ ബാക്ക് തന്നു. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ആ ഒരു എന്താ പറയാ POI ഒക്കെ എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവാണ്. ഡെയിലിയിലാണ് ഈ ഒരു ആഴ്ച എന്റെ ഏറ്റവും ഫോക്കസ് ആയിട്ടുള്ള ഒരു പെയർ GBP/JPY ആണ് എന്ന് ഞാൻ പറയാൻ റീസൺ കാരണം ഡെയിലി ഈസ് വെരി വെരി ക്ലിയർ. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ ഒരു നറേറ്റീവില് ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണ്, ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഈ കാണുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അതായത് കാണുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റ് ഒന്നുകൂടെ ഈ കാണുന്ന ഓൾഡ് ലോ, ഈ കാണുന്ന സ്വിംഗ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പും ചെയ്തിട്ടുണ്ട് ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ട്. അതിനുശേഷം മാർക്കറ്റ് സബ്സ്ട്രക്ചറിൽ ഈ പറയുന്ന ഓരോ ലോസിനെ പ്രൊട്ടക്ട് ചെയ്താണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഇവിടെ ഒരു സ്വീപ്പും കിട്ടി, അതിനെയും പ്രൊട്ടക്ട് ചെയ്താണ് മാർക്കറ്റ് ഇന്റൻഷനോട് കൂടിയിട്ട്. അതായത് മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്റൻഷനോട് കൂടിയിട്ടാണോ, മൊമെന്റത്തോട് കൂടിയിട്ടാണോ? ഉറപ്പായിട്ടുമാണ്. അതായത് മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് താഴോട്ട് വന്നു, അതിനുശേഷം ലിക്വിഡിറ്റീസ് എടുത്തു, ഒന്നുകൂടെ ലിക്വിഡിറ്റി എടുത്തു, അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് ക്വിക്ക് റിക്കവറി ഓഫ് പ്രൈസും കാണാൻ പറ്റുന്നുണ്ട്. വിത്ത് ഓരോ ലോസിനെ എന്ത് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്താണ് പോകുന്നത്. സോ ഒബ്വിയസ്ലി നല്ല ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്, നല്ല രീതിയിലുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ചാർട്ടാണ്. ഒബ്വിയസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഡ്രോൺ ലിക്വിഡിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ കാണുന്ന ഡ്രോൺ ലിക്വിഡിറ്റി എങ്കിലും മാർക്കറ്റ് എടുത്തിരിക്കും എന്നുള്ള ഒരു നറേറ്റീവ് എനിക്കുണ്ട്. ഇതിനെ മാർക്കറ്റ് ഇന്റൻഷനോട് കൂടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്താ ഉറപ്പായിട്ടും മാർക്കറ്റ് ഈ കാണുന്ന ഹൈ എടുക്കാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ വലുതാണ്. നത്തിങ് സ്റ്റോപ്പ് പ്രൈസിനെ വീണ്ടും താഴോട്ട് പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളില്ല. ഈ ഒരു DOയിൽ ഇന്റൻഷനോട് കൂടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഡ്രോൺ ലിക്വിഡിറ്റി എന്തായാലും എടുക്കും എന്നുള്ള ഒരു ക്ലിയർ നറേറ്റീവ് എനിക്ക് ഡെയിലി കാണുന്നുണ്ട്. സോ ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് സ്ട്രക്ചർ എന്താണ്, എന്ത് ലിക്വിഡിറ്റി എടുത്തു, ഇനി എന്ത് ലിക്വിഡിറ്റി എടുക്കാനുണ്ട്, സിമ്പിൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. സോ നേരെ H1 വരാം. H1 വളരെ ക്ലിയർ ആണ്. H1 നമുക്ക് അലൈൻഡ് ആവുക എന്നുള്ളതാണ് ഡെയിലി ബയാസുമായിട്ട്. സോ മാർക്കറ്റ് ബെയറിഷ് ആയിരുന്നു. ആ ബെയറിഷിൽ നിന്ന് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ലിക്വിഡിറ്റീസ് ഒക്കെ സ്വീപ്പ് ചെയ്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഓൾറെഡി ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു, അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. അതിനുശേഷം മാർക്കറ്റ് ഇന്നിപ്പോ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഒരു POI അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ കാണുന്ന റേഞ്ച്, ആ ഒരു റേഞ്ച് എന്നുള്ള ലിക്വിഡിറ്റിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 50% ഇന്ന് രാവിലെ മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ടാണ് പോകുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്കൊരു പോസിംഗ് പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് മാർക്കറ്റ് ഇവിടെ ഒരു ഓൾഡ് ലോ നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ആ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. സോ മാർക്കറ്റ് ഈ വരുന്ന ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ മാർക്കറ്റ് ഒന്ന് താഴോ അല്ലെങ്കിൽ ലണ്ടൻ ക്ലോസിലോ താഴെ വന്ന് ലിക്വിഡിറ്റീസ് എടുത്ത് മുകളിലോട്ട് ഒരു അഗ്രസീവ് ഓഫ് പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ കാണുന്ന ഹൈ വെക്കാം. അതുപോലെ മെയിൻ DOL ആയിട്ട് ഈ കാണുന്ന ഹൈ ഉണ്ട്. സോ ഇത് ഞാൻ എന്തായാലും ഒബ്സർവ് ചെയ്യാൻ പോകുന്ന ഒരു പെയർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ പറഞ്ഞ ഡീപ്പർ പുൾ ബാക്ക് ഒന്നും ചില സിറ്റുവേഷനിൽ കിട്ടണം എന്ന് നിർബന്ധമില്ല, എങ്കിലും നമുക്ക് ഇവിടെയൊക്കെ ലിക്വിഡിറ്റീസ് ഉണ്ട്. സോ ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്കറ്റ് തിരിച്ചു വന്നാൽ ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ടുള്ള ഇന്റൻഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി മോഡൽ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ഉറപ്പായിട്ട് നോക്കാവുന്നതാണ് GBP/JPY. അതുപോലെ തന്നെ ഈ ഒരു DOയിൽ എടുത്തു കഴിഞ്ഞാൽ റിസ്ക് എന്താ പറയാ, അതിനുശേഷം ഒബ്സർവ് ചെയ്യാം. മാർക്കറ്റ് ലാക്ക് ഓഫ് ഇന്റന്റ് ആണെങ്കിൽ താഴോട്ട് പോവാം, അല്ല ഇന്റന്റോട് കൂടിയിട്ടാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാം. കാരണം ഡെയിലി നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ്. കാരണം എന്താ, മാർക്കറ്റ് ഈ പറയുന്ന പോലെ താഴെ നല്ലൊരു ഡീപ്പർ പുൾ ബാക്ക് തന്നു,
ലിക്വിഡിറ്റീസ് എടുത്തു. നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിലാണെങ്കിലും ഗോൾഡിൽ ഈ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. മാർക്കറ്റ് ഡീപ്പർ പുൾ ബാക്ക് തന്നു, ലിക്വിഡിറ്റീസ് എടുത്തു, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യുക്ക് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇത് GBP JPYയിലാണെങ്കിലും ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് ബുള്ളിഷ് പോകുന്നുണ്ട്. പക്ഷെ ഡീപ്പർ പുൾ ബാക്ക് തന്നു, അതിനുശേഷം സ്ട്രക്ചർ നോക്കിക്കേ, പറക്കുമായിരുന്നു ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തിലൊക്കെ. സോ ഈ സെയിം രീതി തന്നെ ഈ വർഷം നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഒരു ഡീപ്പർ പുൾ ബാക്ക് തന്നു, ലിക്വിഡിറ്റീസ് ഒക്കെ എടുത്തു, അഗ്രസീവായിട്ട് തന്നെ മുകളിലോട്ട് പോവാം. അതുപോലെ തന്നെ GBP JPYനെ നമുക്ക് JPY ബാസ്കറ്റ് നോക്കുവാണെങ്കിലും അത് അഗ്രസീവായിട്ട് ബെയറിഷ് ആണ്. സോ ഫണ്ടമെന്റലി ആണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു നറേറ്റീവ്. സോ GBP JPYയിൽ ഐസ് ഉണ്ട്, ഫോക്കസ് ചെയ്യുന്ന ഒരു പെയർ ആയിരിക്കും. ഓക്കെ, സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, XAUSD. സോ ഇതിന്റെ മന്ത്ലി ആൻഡ് വീക്ക്ലി ഒബ്വിയസ്ലി ബുള്ളിഷ് ആണ്. അതിനകത്ത് കൂടുതൽ അനാലിസിസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. മന്ത്ലിയൊക്കെ നോക്കുവാണെങ്കിലും മാർക്കറ്റ് ഈ കാണുന്ന ഒരു ഏരിയയിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഒരു ചെറിയ പുൾ ബാക്ക് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് കൂടുതൽ നറേറ്റീവ് ഒന്നും വീക്ക്ലിയിലൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഡെയിലി നമുക്ക് ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡെയിലിയിൽ ഈ പറയുന്ന പോലെ നമുക്കൊരു അനാലിസിസ് കിട്ടുന്നുണ്ട്. സോ അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇപ്പൊ 5101 എന്ന് പറയുന്ന ലെവലിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. സോ ലെറ്റ്സ് സീ. യെസ്, സോ നിങ്ങൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത് നോക്കിക്കേ. മാർക്കറ്റ് ഓവറോൾ ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആണ്. എന്നാൽ മാർക്കറ്റ് ഈ കാണുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ലിക്വിഡിറ്റി, പ്രൈസിലേക്ക് ഈ ലോ ടു ഹൈയുടെ എക്സ്ട്രീം ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാൻ വന്നു. അത്രയും ഡീപ്പർ പുൾ ബാക്ക് വന്നു. യൂഷ്വലി നമുക്ക് ഗോൾഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ കാണാൻ പറ്റാത്തൊരു പ്രൈസ് ആക്ഷൻ ആയിരുന്നു ആ ഒരു ജാനുവരി പീരീഡിൽ ഉണ്ടായിരുന്നത്. ബട്ട് അതിനുശേഷം മാർക്കറ്റ് നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെസ്പെക്ട്ഫുള്ളി മാർക്കറ്റ് ബുള്ളി സ്ട്രക്ചറിനെ ടേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്സ്ട്രക്ചർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഓരോ ലോസിനെ മാർക്കറ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സ്റ്റിൽ ആ ഒരു രീതി തന്നെയാണ്. എന്നാൽ നമ്മുടെ ഒരു വാറിന്റെ സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ, ഇവിടാണ് നമ്മുടെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. ഒരുപാട് ആൾക്കാരുടെ നറേറ്റീവ്സ് ആയിരുന്നു. ഇവൻ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ട് എനിക്കും മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ബ്രോ ഞാനിങ്ങനെ വീഡിയോസ് കണ്ടു, ഞങ്ങൾ ബൈ എടുക്കട്ടെ, ചുമ്മാ ബ്ലൈൻഡ്ലി ഗോൾഡ് കയറും എന്നുള്ള നറേറ്റീവില് ബൈ എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ അവരെ എല്ലാം മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്ത് താഴോട്ട് വന്നു. താഴോട്ട് വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ കാണുന്ന ഒരു ഡിസിഷണൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്കറ്റ് ടാപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ഇൻ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ഷോപ്പിനെസ് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ഓഫ് എന്താ പറയാ പ്രൈസ് ഡെലിവറി കാണാൻ പറ്റിയിട്ടില്ല. കാരണം ആ ഒരു തുടക്കത്തിലെ ദിവസം ആയിരുന്നു അഗ്രസീവ്നെസ് ഉണ്ടായത്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഈ ലോയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ ലാക്ക് ഓഫ് ഇന്റന്റോട് കൂടിയിട്ടാണോ സ്വീപ്പ് ചെയ്യുന്നതെന്ന് നോക്കും. സോ ഒരു വീക്ക്ലി ലോ പൊട്ടൻഷ്യൽ ലോ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. പവർ ഓഫ് 3 നോക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്തു, ഒരു ലോ ഫോം ചെയ്തു. ബട്ട് ഇവിടുന്ന് അഗ്രസീവായിട്ട് നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, ഈ കാണുന്ന ഒരു അഗ്രസീവ്നെസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി എടുക്കും എന്നുള്ളത് തന്നെ നമുക്ക് എന്താ പറയാ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ ബുള്ളിഷ് തന്നെയാണ് എൻ്റെ ഒരു അനാലിസിസിനകത്ത് ഞാൻ വെച്ചേക്കുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് അഗ്രസീവ് ആയിട്ട് വീണ്ടും താഴോട്ട് ഈ ഒരു ലോയിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ബെയറിഷോട്ട് മാറ്റും. ബട്ട് സോ ഫാർ സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ആൻഡ് വി ഹാവ് ക്ലിയർ ഡ്രോസ് എബോവ്. ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഡ്രോ നമുക്ക് വേണമെങ്കിൽ ഇത് വെക്കാം. ഫസ്റ്റ് ഡ്രോ നമുക്ക് ഈ ഒരു ലെവൽ വെക്കാം. ഈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ഈ കാണുന്ന ഹൈസ് ഒക്കെ ഓരോ ഡ്രോസ് ആണ്. സോ ക്ലിയർ ഡ്രോ ഉണ്ട്. പക്ഷെ ഇന്റൻഷൻ എന്നുള്ളത് വേണം. കാരണം ഗോൾഡ് എന്ന് പറയുന്ന ഒരുപാട് ചോപ്പിയായിട്ട് പോകുന്നൊരു മാർക്കറ്റ് അല്ല. ചോപ്പിനെസ് ആണെങ്കിൽ ഗോൾഡ് ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതിനാണ് നല്ലത്. ആ ഒരു ഇന്റൻഷൻ ഉള്ള പെയറാണ്. സോ ആ ഇന്റൻഷൻ ഇല്ലെങ്കിൽ ഗോൾഡ് എപ്പോഴും ഫേവറബിൾ ആയിരിക്കത്തില്ല. ബട്ട് സ്റ്റിൽ ഡെയിലി ബയേഴ്സ് ഞാൻ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. H1 വരുന്ന സമയത്ത് മാർക്കറ്റ് അഗ്രസീവായിട്ട് തന്നെ താഴോട്ട് വീണു. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഈ പറയുന്ന പോലെ ഡെയിലിയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു മിറ്റിഗേഷൻ ഡെയിലിയിൽ ആ ഒരു ഡിസിഷണൽ POIയിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്തു.
ഇന്ന് മാർക്കറ്റ് നോക്കുന്ന സമയത്താണെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്താ ഈ കാണുന്ന ഓൾഡ് ലോ സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഹൗ ഡു പ്രൈസ് റിയാക്ട് നോക്കിക്കേ. മാർക്കറ്റ് നല്ല അഗ്രസീവ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോയി. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഓർഡർ ബ്ലോക്കും ഉള്ള ലെവലാണ്. സോ ഞാൻ ഗോൾഡിനകത്ത് ഇനി ലോങ് H1 അലൈൻമെന്റ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, അതായത് ഡെയിലി ബയാസ് ബുള്ളിഷ് ആണ്. ഞാൻ അപ്പൊ ഗോൾഡിൽ ഒരു ബൈ എൻട്രി എടുക്കണമെങ്കിൽ എനിക്ക് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി അറ്റ്ലീസ്റ്റ് ഈ കാണുന്ന ഒരു ഓൾഡ് ഹൈനെ അല്ലെങ്കിൽ ഈ കാണുന്ന ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു റീപ്രൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻട്രി എടുക്കും. അല്ലെങ്കിൽ അതിനുശേഷം ഈ ഒരു ഓൾഡ് ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ഔട്ട് ചെയ്യണം. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സബ്സ്ട്രക്ചറിൽ ഒരു 2 to 3 ട്രേഡ്സ് എങ്കിലും ഈ ഒരു ഡ്രോ എടുക്കുന്നതിന് മുമ്പ്, ഈ ഒരു DOL എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അതായത് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്, പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ സബ്സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് ബുള്ളിഷ് ആയിട്ടില്ല. അതായത് H1 നോക്കുന്ന സമയത്ത് ഈ കാണുന്ന ഓരോ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും കൂടെ കിട്ടി, സബ്സ്ട്രക്ചറും ബുള്ളിഷായി, മെയിൻ സ്ട്രക്ചറും ബുള്ളിഷായി ഒരു നമുക്ക് അലൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി എടുക്കുന്നത് വരെ എന്തായാലും നമുക്കൊരു 2 to 3 എൻട്രി മിനിമം കിട്ടിയിരിക്കും. സോ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. അതല്ലാണ്ട് വെറുതെ ഇപ്പൊ ചാടിക്കേറി ഒരു എൻട്രി എടുത്ത് ലോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ അനാലിസിസിനെ നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. പക്ഷെ സോഫാർ പ്രൈസ് ഡെവലപ്പ് ആവാൻ ഹയർ പ്രോബിലിറ്റി ഈ രീതിയിലാണ്. സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈസി മാർക്കറ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം പ്രൈസിനെ പെട്ടെന്ന് ഒരു വൺ ഡൈമെൻഷണൽ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് അല്ല. നമുക്ക് പല നറേറ്റീവ്സ് ഉണ്ട്. ആസ് എ ട്രേഡർ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളിവിടെ എന്ത് ചെയ്യണം ഇങ്ങനത്തെ സിറ്റുവേഷൻ. കാരണം നമ്മൾ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ റഷ്യ യുക്രൈൻ വാർ ആണെങ്കിലും, എലക്ഷൻസ് ആണെങ്കിലും, മേജർ സ്പീച്ചസ് ആണെങ്കിലും, മൈനർ വാസ് ആണെങ്കിലും പല സിറ്റുവേഷൻസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഇറാൻ ഇസ്രായേൽ. സോ വാറാണ്, അത് ഉറപ്പായിട്ടും നമ്മൾ ട്രേഡ് ചെയ്യുന്ന അസറ്റ് ക്ലാസ്സിനെയൊക്കെ അത് അഫക്ട് ചെയ്യും. എസ്പെഷ്യലി ഗോൾഡ് പോലത്തെ ഒക്കെ അസറ്റ് ക്ലാസ്, ഇപ്പൊ യൂറോ USD കോട്ടിൽ വരുന്ന അസറ്റ് ക്ലാസ്സിനൊക്കെ അത് അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ കൺട്രോൾഡ് ആക്കുക. സോ യൂറോ USD നോട്ട് ദാറ്റ് മച്ച് ഫേവറബിൾ ആസ് ഓഫ് നൗ. XAUSD ഒരു ക്ലാരിറ്റിയും കൂടെ കിട്ടിയാൽ ലോങ് പൊസിഷൻ നോക്കുന്നതായിരിക്കും. GBP JPY ഞാൻ എന്തായാലും ഫോക്കസ് ചെയ്യുന്ന ഒരു പെയർ ആയിരിക്കും. സോ ഈ 3 പെയർസാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നാസ്ഡാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അറ്റ് ദ മൊമെന്റ് ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു വീക്കിലേക്ക് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാർക്കറ്റിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ 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 നമ്മുടെ ജേർണിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ആ ഒരു പ്ലാനിൽ നിന്ന് ട്രേഡ് എടുക്കുക എന്ന് പറയുന്നതാണ് ആസ് എ ട്രേഡർ നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ പ്ലാൻ എന്താണോ ആ പ്ലാനിൽ നിന്ന് നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും എടുക്കാൻ പറ്റണം. സോ നിങ്ങളുടെ പ്ലാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ക്ലബ് 1% നമുക്ക് മാർക്കപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുപോലെ എന്റെ LA ക്ലബ് മെമ്പേഴ്സ് ആണെങ്കിൽ കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്ക് കാണാം. സോ ഈ ഒരു ആഴ്ച നിങ്ങൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ റിസ്ക് റിമൂവ് ചെയ്യാൻ പഠിക്കുക. അതായത് ട്രേഡ് മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യുക. ട്രേഡ് മാനേജ്മെന്റിന്റെ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ട്രേഡിംഗ് ലേണിംഗ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഹയർ എപ്പിസോഡ്സ് വരുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും ടേക്ക് കെയർ.